8 ദിവസത്തിനിടെ 4 ആടുകളാണ് കടുവയുടെ ആക്രമണത്തിനിരയായത്. രാത്രി ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്ന് ബഹളം വെച്ചതോടെ കടുവ ആടിനെ ഉപേക്ഷിച്ച് ഓടിപ്പോവുകയായിരുന്നു. ഇന്നലെ കടുവയെ കണ്ട സ്ഥലത്തുനിന്ന് 1.5 കിലോമീറ്ററോളം അകലെയാണിത്. കടുവയ്ക്കായി വനംവകുപ്പ് കെണിയൊരുക്കി കാത്തിരിക്കുന്നതിനിടെയാണ് വീണ്ടും വളർത്തുമൃഗത്തെ കൊന്നത്. കടുവ നിലവിൽ കാപ്പിത്തോട്ടത്തിലാണുള്ളതെന്ന് വനംവകുപ്പ് പറയുന്നു. ഇവിടെ വെച്ച് മയക്കുവെടി വെക്കുക പ്രയാസമാണ്. തുറസായ സ്ഥലത്തേക്ക് മാറ്റി വേണം മയക്കുവെടി വെക്കാനെന്ന് സൗത്ത് വയനാട് DFO അജിത് കെ രാമൻ പറഞ്ഞു. കടുവയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മൾ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അനുകൂലമായ സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മയക്കുവെടി വെക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. നിലവിൽ 4 കൂടാണ് ഈ പറയുന്നത്. നമ്മൾ അപേക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഒരു അവധി ദിവസമാണ്. പരമാവധി ജനങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് പരമാവധി ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു ദൗത്യം അതിൻ്റെ വിജയകരമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് അവിടെ പരമാവധി ഡിസ്റ്റർബൻസ്, ഈ പറയുന്ന ദൗത്യം നടക്കുന്ന ഭാഗത്ത് പരമാവധി ഡിസ്റ്റർബൻസ് ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ജനങ്ങളും പൊതുവെ മാധ്യമങ്ങളെല്ലാം തന്നെ സഹകരിക്കണമെന്നുള്ള അപേക്ഷ തന്നെയാണ്. കുങ്കി ആനകളെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ കഴിഞ്ഞ ദിവസവും നടത്തിയിരുന്നു. തെർമൽ ഡ്രോൺ ഉപയോഗിച്ചും തെരച്ചിൽ നടത്തുകയാണ്. മയക്കുവെടി വിദഗ്ധനായ ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ RRT സംഘം സ്ഥലത്തുണ്ട്. കാപ്പിസെറ്റ്, തൂപ്ര, അമരക്കുനി പ്രദേശത്തെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം പ്രദേശത്തെ ജനങ്ങൾ കടുവ ഭീതി മൂലം കടുത്ത ആശങ്കയിലും പ്രതിഷേധത്തിലുമാണ്. സി മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.